ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചിയിൽ ഇഗ്നുവിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ജപ്പാൻ സ്റ്റേറ്റിൻ്റെ 11-12 ചാപ്റ്ററാണ് പരാമർശിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടുവരുന്നു, അവരുടെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പരാമർശിച്ചു കഴിഞ്ഞതാണ്. അതായത് 1931 മുതൽ 41 വരെ ആ പീരീഡിന് പസഫിക് വാർ തുറക്കുന്നതിന് മുമ്പ് ഈ പീരീഡിനെ അവര് ജാപ്പനീസ് ഭാഷയിൽ കുറൈ ജന്മിയ അപ്പൊ ഡാർക്ക് വാലി എന്ന് പറഞ്ഞിരുന്നു. ഇതെന്താന്ന് വെച്ചാൽ ഈ പീരീഡിലാണ് മുഴുവനും മിലിറ്ററി, അതായത് ആർമി കൺട്രോൾ ചെയ്യുന്നതും അവരും മുഖാന്തരം ആർമി ജപ്പാന്റെ ഭരണാധികാരിയായ കിങ്ങിന്റെ പവർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ മിലിറ്ററിന്റെ ആധിപത്യം എല്ലാത്തിൽ കൂടെ അവര് കൊണ്ടുവരുന്നു. ഇവിടെ ഇതിൽ ഏത് വിധത്തിലാണ് അവർ കൊണ്ടുവന്ന് വെച്ചാല് 2 സിസ്റ്റം വരുന്നുണ്ട്. ഒന്നായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഫാസിസം, നാസിസം. ഇറ്റലിയിൽ ഉണ്ടായിരുന്ന മാതിരിയോ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന മാതിരിയുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏകദേശം കാണാൻ പറ്റും. അഗ്രസീവ് ആയിട്ടുള്ള നാഷണലിസവും അതേമാതിരി തന്നെ അതോറിറ്റി, പൊളിറ്റിക്കൽ സ്റ്റേറ്റില് ഒരു സിംഗിൾ ലീഡർ, മിസോളനിയോ അല്ലെങ്കിൽ ഹിറ്റ്ലറോ ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ ഇതേമാതിരി മിലിറ്ററിന്റെ പവറിനെ കൂടുതൽ ഉപയോഗിച്ചിട്ട് ഒരു മിലിറ്ററി മുഖാന്തരം രാജാവിന്റെ അധികാരം തിരിച്ചു കൊണ്ടുവരാനാണ് അവര് ശ്രമിക്കുന്നത്. ഇറ്റലിയിലും ജർമ്മനിയിലും നമ്മൾ ഫാസിസ്റ്റ് എന്നാണ് അവരെ പറയുന്നത്. കാരണം അവരുടെ പാർട്ടി അനുസരിച്ച് അതിന്റെ ലീഡർ പറയുന്നത് ഹിറ്റ്ലർ ജർമ്മനിയിലും മുസോളിനി ഇറ്റലിയിലും. അപ്പൊ ഇങ്ങനെ ഈ ഒരു ലീഡറിന്റെയും അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരുടെയും കൺട്രോളിൽ സ്റ്റേറ്റിനെ കൊണ്ടുപോവുക. ആ സ്റ്റേറ്റിന് പവർ മുഴുവനും ഈ മിലിറ്ററി ഹെഡിനാണ്. അതാണ് അങ്ങനത്തെ ഒരു സിസ്റ്റം ആണെങ്കിൽ കൂടെയും ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് മുഴുവനും എംപററുടെ, അതായത് ചക്രവർത്തിയുടെ പ്രസ്റ്റീജ്, അതായത് പണ്ടുണ്ടായിരുന്ന ചക്രവർത്തിയുടെ ഡിവൈൻ റൈറ്റ് തിയറിമാർ തന്നെ അവർ ആ പവറിനെ തിരിച്ചു കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ മിലിറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനാണ് നമ്മൾ യുണീക്കായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. കാരണം ഏഷ്യയിലുള്ള നാഷണൽ സോഷ്യലിസ്റ്റും അതേമാതിരി തന്നെ തലമൂത്ത സ്റ്റേറ്റ്സ്മാൻ ആയിരിക്കും ഉപയോഗിക്കുക ഇതിന്. അപ്പൊ അതാണ് ഈ ജപ്പാന്റെ യുണീക്കായിട്ടുള്ള പ്രത്യേകതരമായിട്ടുള്ള ഒരു പോളിസികൾ അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് മോഡേണൈസേഷൻ. എങ്കിലും വിദേശ കാര്യങ്ങളൊക്കെ എടുത്തു വരുന്നുണ്ടെങ്കിൽ കൂടിയും അവരുടെ ട്രഡീഷനായ കൺഫ്യൂഷ്യൻ തിയറിയും അല്ലെങ്കിൽ എത്തിക്സും സമറായി ട്രഡീഷനും, അതായത് വാരിയറിന്റെ ട്രഡീഷനും കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അൾട്രാ നാഷണലിസത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഒരു 10 കൊല്ലം, 30 തുടങ്ങി 40 വരെ ആ പീരീഡിനെ അൾട്രാ നാഷണലിസം എന്ന് പറയുന്നു. ഇവിടെ ലീഡേഴ്സ് ഒരു റെസ്ക്യൂ ചെയ്യാണ്. അതായത് ജപ്പാനെ ബാക്കിയുള്ള പുറം രാജ്യങ്ങളിൽ നിന്നോ ബിസിനസ് ലീഡേഴ്സിന്റെ കയ്യിൽ നിന്നോ കൺട്രോളിനെ കൊണ്ടുപോകാണ്ടിരിക്കാനുള്ള ഒരു തിയറി അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ആണ് അങ്ങനെ ചെയ്യുന്നത്. അതാണ് ഈ മിലിറ്ററി ലീഡേഴ്സ് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും ബിസിനസ് ലീഡേഴ്സിനെയും ഒന്ന് കൺട്രോൾ ചെയ്ത് അവരൊരു ജാപ്പനീസം എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ജപ്പാന്റെ എംപറർ അങ്ങേരുടെ പവറോട് കൂടി തന്നെ അത് നടന്നു പോകണം എന്നുള്ളതാണ് ഉദ്ദേശം. ഈ മിലിറ്ററിന്റെ ബിജി പീരീഡില് ആ അഡ്മിനിസ്ട്രേഷൻ മുഴുവനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് ഒക്കെ അവരാണ് കൺട്രോൾ ചെയ്തിരുന്നത്. അതായത് മിലിറ്ററി ലീഡേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നു എന്നർത്ഥം. അപ്പൊ ഇതിൽ 1885 മുതൽ 45 വരെ മിലിറ്ററി ലീഡേഴ്സ് ആണ് ഫുൾ പവറിൽ നിൽക്കുന്നത്. ഇതേമാതിരി തന്നെ ഫോറിൻ മിനിസ്റ്ററി അല്ലെങ്കിൽ ഹോം മിനിസ്ട്രി ഇതൊക്കെ ഇവരുടെ കൺട്രോൾ ടോപ്പിൽ വരുമ്പോൾ ഏറ്റവും തലമൂർത്ത അല്ലെങ്കിൽ മുതിർന്ന മിലിറ്ററി ലീഡേഴ്സ് ആയിരിക്കും ഈ മേജർ ആയിട്ടുള്ള ഇവരുടെ ഓരോ പാർട്ടിയിലും ലീഡറായിട്ട് വരിക. ഇനി പാർലമെന്ററി സിസ്റ്റം കൊണ്ടുവന്നപ്പോഴോ മേജി കോൺസ്റ്റിറ്റ്യൂഷൻ 1889 ഒരു പാർലമെന്ററി സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതുവഴി അവർ റെപ്രസെന്റേറ്റീവ്സിനെ ഡയറ്റ് എന്ന് പറയുന്ന അവരുടെ പാർലമെന്റ് സഭയ്ക്ക് എടുക്കാനും അവരുടെ ഡിസിഷൻ എടുക്കാനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും എംപറലിൽ
അല്ലെങ്കിൽ ചക്രവർത്തിയിൽ വെച്ചിട്ടുള്ള പവേഴ്സിനെ അതേമാതിരി തന്നെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു അപ്രൂവൽ കൂടിയുണ്ട്. അതായത് എംപററിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഡയറ്റിന്റെ, അതായത് മിനിസ്ട്രീന്റെ അതൊരു പെർമിഷൻ വേണം, അപ്രൂവൽ വേണം. മിലിറ്ററി ഓഫീസർ ആയിട്ടുള്ള ഒരാൾ മാത്രമേ ഡിഫൻസിന്റെ പോർട്ട്ഫോളിയോസ്, അതായത് പാർലമെന്ററി ഫോം ആയാലും ഓരോ മിനിസ്ട്രി ഉണ്ടാവും, അതിന്റെ പോർട്ട്ഫോളിയോസ് ഡീൽ ചെയ്യുന്നത്, പ്രത്യേകിച്ചും ഡിഫൻസിനെ പറ്റിയുള്ളത് ഒരു മിലിറ്ററി ഓഫീസർ ആയിരിക്കണം. അപ്പൊ അവരുടെ ഉദ്ദേശം കൺട്രോൾ ചെയ്യുക, പവറിലും ഇരിക്കുക, അതേസമയം സ്റ്റേറ്റിന്റെയും ഗവൺമെന്റിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇനി ജെനറോന്റെ റോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞു പോയിട്ടുള്ളതാണ്. മീജി റെസ്റ്റോറേഷൻ ടൈമില്, അതായത് ഏറ്റവും തലമൂത്ത മേജർ അല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരാള്, എൽഡർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരിക്കും ജെനോറോ എന്ന് പറയുന്നത് റെസ്റ്റോറേഷൻ മോഡേൺ പീരീഡില്. അപ്പോ ഇവിടെ നമ്മൾ കാണുന്ന എന്താ വെച്ചാല് ആ പെർട്ടിക്കുലർ പേഴ്സണ് ഗവൺമെന്റിലും അതേമാതിരി മിലിറ്ററിയിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. മാത്രമല്ല എംപററോട് നേരിട്ട് സംസാരിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഒരു ആക്സസ് ഉണ്ട്. അതേമാതിരി തന്നെ ഒരു കോളനിയിലോ അല്ലെങ്കിൽ മിലിറ്ററി പോളിസികളിലെല്ലാം തലയിടാനുള്ള അധികാരമുണ്ട്. അപ്പൊ ഈ മെമ്പേഴ്സ് ഒരാള് റിട്ടയർ ആയാൽ വേറൊരാളെ വെക്കണം എന്നുള്ളത് മിലിറ്ററിയാണ് കാര്യമായിട്ട് നോക്കുക, അവരല്ല. ഇനി സോഫ്റ്റ് ചൈന പോളിസിയിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ചൈനയുടെ പോളിസി അല്ലെങ്കിൽ ചൈനയോട് ജപ്പാൻ ഉണ്ടായിരുന്ന പോളിസികളെ പറ്റിയും ബൈലാറ്ററൽ എഗ്രിമെന്റ് ജപ്പാനും ചൈനയും അതായത് ഷാൻതുങ്ങിന്റെ പവർ തിരിച്ചു കൊണ്ടുവരാനും ജപ്പാനില്, അതേമാതിരി ജാപ്പനീസിന്റെ പ്രിവിലേജസ് ഏതൊക്കെ ഏരിയയിലുണ്ടോ അവിടെയൊക്കെ അവര് ഇൻവോൾവ് ആകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എക്കണോമിക്കലി അല്ലെങ്കിൽ സാമ്പത്തികപരമായും അതിന് സാമ്പത്തികമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി മിലിറ്ററി എക്സ്പാൻഷൻ ചെയ്തിട്ട് ആ മിലിറ്ററി എക്സ്പാൻഷൻ മുഖാന്തരം ചൈനയുടെ പോളിസിയെല്ലാം കൺട്രോൾ ചെയ്യുക, അതിനാണ് സോഫ്റ്റ് ചൈന പോളിസി എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി ചിയാങ് കൈഷക് കുമിന്താങ് പാർട്ടിയുടെ ലീഡർ ആയിരുന്നു. അതായത് ചൈനയിലെ കുമിന്താങ് പാർട്ടിയുടെ പോളിസിയിലെ ലീഡറാണ്. അപ്പൊ ഈ ലീഡറായ ഒരാള് പോളിസികൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലെ കുമിന്താങ് പാർട്ടിയുടെ ലീഡറാണ് ചിയാങ് കൈഷക്. അപ്പോ എല്ലാ റൈറ്റ്സും ദേശീയമായിട്ടുള്ള വിദേശമായിട്ടുള്ള എല്ലാ റൈറ്റ്സും ജപ്പാനിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അവരുടെ സൗത്ത് മഞ്ചൂറിയയുടെ കൺട്രോളിനെ പറ്റിയിട്ടായിരുന്നു ചൈനീസും. ഇനി ഇതിനെപ്പറ്റി വലുതായിട്ടുള്ള ക്രിറ്റിസിസങ്ങളുണ്ട്, എല്ലാ പാർട്ടിയിലും ക്രിറ്റിസിസം ഉണ്ട്. പാർട്ടിയിൽ എന്താണ് ക്രിറ്റിസിസം വെച്ചാൽ ഈ പൊളിറ്റിക്കൽ പാർട്ടി ഡോമിനേറ്റ് ചെയ്തിരുന്ന മുഴുവന് സൈബാറ്റ്സു എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പാണ്, അതായത് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആയിരുന്നു അവരുടെ കൺട്രോള്. അപ്പൊ അതിൽ കൂടി അവര് ഈ പാർട്ടി ലീഡേഴ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. അത് മാത്രമല്ല ഇവരുടെ പാർട്ടി മെമ്പേഴ്സ് ഒക്കെ ഫാർമേഴ്സ് കൂടിയായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് റൈസ് കൊറിയയിൽ നിന്ന്, അതായത് കോളനിയായിരുന്നു കൊറിയ തൈവാൻ, അവിടെ നിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും അവരുടെ ഇൻകം, അതായത് ലോക്കലായിട്ട് ജപ്പാനിലുള്ള ഫാർമേഴ്സിന്റെ ഇൻകം കുറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനത്തെ ബിസിനസ്സിനെ പൊളിറ്റിക്കൽ പാർട്ടീസ് കറപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. ഇതേമാതിരി തന്നെ അവര് ഡേഞ്ചറസ് ആയിട്ടുള്ള എംപററുടെ, അതായത് ചക്രവർത്തിയുടെ അധികാരത്തിനെ പൊളിറ്റിക്കൽ പാർട്ടിക്കാര് ഉപയോഗിക്കുന്നു. ആ ഉപയോഗത്തിനെയും മിലിറ്ററി അത് അഗേൻസ്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീനെ പറ്റി അവര് ക്രിട്ടിസൈസ് ചെയ്തു, വിമർശനം ചെയ്തു എന്നർത്ഥം. ഇനി ഓരോ പാർട്ടിയുടെ അവസാനം ഇവിടെ വരുന്നത് ഈ സ്ട്രോങ് ആയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ലണ്ടൻ നാഷണൽ ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ആർമമെന്റ് അല്ലെങ്കിൽ ആയുധങ്ങൾ കുറയ്ക്കുക. അപ്പൊ പ്രൈം മിനിസ്റ്റർ ഹിമാഷു ഈ ഡയറ്റിൽ സമർപ്പിക്കുകയും അതിന് ക്രിറ്റിസിസം വന്നു, ഒപ്പോസിഷൻ വന്നു. അതായത് ഹമാച്ചിനെ അവര് കൊല ചെയ്യാൻ ആൾക്കാര് അതിൽ ക്രിറ്റിസൈസം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഹിമാച്ചിനെ കൊല്ലപ്പെടുന്നു. ഇതിനുശേഷം പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് ഇനുക്കി തൊയ്ബോഷി. അപ്പൊ ഇവിടെയും പോപ്പുലാരിറ്റി മിലിറ്ററി ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് വേറൊരു ഗവൺമെന്റ് കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലും, അതേമാതിരി മിലിറ്ററി ആക്ഷൻസ് മഞ്ചൂരിയയിൽ എടുത്തത് എക്സ്പാൻഷൻ, അതായത് മിലിറ്ററി ഭരണം ഉള്ളത് കൊണ്ടും ഡിസിപ്ലിൻ ഉള്ള ആർമി ഉള്ളത് കൊണ്ടും
അങ്ങേരുടെ കാര്യങ്ങൾ നടത്തിപ്പെട്ടു പോയി. പക്ഷെ അതേസമയം തെയ്യുദോഷിയും ഒരു ജൂനിയർ മിലിറ്ററി ഓഫീസർ 1932 കൊല ചെയ്യപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ പാർട്ടിയുടെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ജപ്പാനില്. നാഷണലിസത്തിനെ പറ്റിയും എഡ്യൂക്കേഷനെ പറ്റിയും വളരെ കാര്യമായിട്ട് ജർമ്മൻ സിസ്റ്റവും ജാപ്പനീസിന്റെ ബാറ്റിൽസ് വന്നാ പോരാ, ക്ലാസ് റൂമിൽ വരണം. അതായത് കുട്ടികളുടെ മനസ്സിൽ നാഷണൽ സ്വന്തം രാജ്യത്തിനോട് ഇൻട്രസ്റ്റ് വരണം, സ്വന്തം രാജ്യത്തിനോട് സ്വരാജ്യം നല്ല വിധത്തിൽ ഉണ്ടാവണം എന്നുള്ളത് ഉണ്ടാക്കി കൊണ്ടുവരണം എന്നാണ് അവര് എഡ്യൂക്കേഷൻ വഴി നാഷണലിസം പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത്. ഈ എയിംസ്, എഡ്യൂക്കേഷന്റെ എയിംസ് എന്താ വെച്ചാൽ ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂൾസ് തുടക്കുക, അതുവഴി കുട്ടികൾക്ക് ഒബീഡിയൻസ്, ലോയൽറ്റി, രാജാവിനോടുള്ള പ്രതിപത്തി, ദേശഭക്തി, അതേമാതിരി മിലിറ്ററി ഓഫീസറിനും ഡിസിപ്ലിനും മൈൻഡിനും ബോഡിക്കുള്ള ഡിസിപ്ലിൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ ലോയൽറ്റി ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാഷണൽ സ്കൂൾസ് ഉണ്ടാക്കുകയാണ്. നാഷണൽ സ്കൂൾസ് വഴി ചൈനയില് 1917 സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവരൊരു ഉണ്ടാക്കിയിട്ടുണ്ട്. അതേമാതിരി ഇവിടെയും സിസ്റ്റം കൊണ്ടുവരുന്നു, കൗൺസിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്കൂളിനെ, അവരെ പ്രൈമറി ലെവൽ സ്കൂളിനെ അവന് റീനെയിം ചെയ്യാണ്, പുതിയതായിട്ട് പേരിടുകയാണ് നാഷണൽ സ്കൂൾസ്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ആൾക്കാർക്ക് ജാപ്പനീസ് എംപററുടെയും അല്ലെങ്കിൽ എംപയറിന്റെയും അവർക്ക് രാജ്യഭക്തി ഉണ്ടാക്കുക, രാജ അധികാരിയോട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു താല്പര്യം അല്ലെങ്കിൽ ദേശഭക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സ്കൂൾ വഴി അവര് ഉദ്ദേശിക്കാൻ കൊണ്ടുവരുന്നത്. ഇനി ഈസ്റ്റ് ഏഷ്യയിലെ കോ പ്രോസ്പെരിറ്റി സിസ്റ്റം അതെന്താണെന്ന് വെച്ചാല്, ഈ കോ പ്രോസ്പെരിറ്റി സ്ഫിയർ അല്ലെ ജപ്പാന്റെ എഡ്യൂക്കേഷൻ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലും അതേമാതിരി തന്നെ യൂറോപ്യൻ കൺട്രീസിലും വരുന്ന മാതിരി തന്നെ ഏകദേശം കൊണ്ടുവരുന്നതിൽ കൂടെയും ഇവരുടെ മെയിൻ ആയിട്ടുള്ളത് പബ്ലിക് ഒപ്പീനിയനും അതേമാതിരി നാഷണലിസ്റ്റ് ആയിട്ടുള്ള, അതായത് കുട്ടികളുടെ മനസ്സിൽ നാളത്തെ പൗരന്മാരാണ്, അവരുടെ മനസ്സിൽ എഡ്യൂക്കേഷൻ വഴി ദേശഭക്തി ഉണ്ടാക്കിയെടുക്കുക. അതേമാതിരി തന്നെ മിലിറ്ററിയുടെയും ഇതില് ഈ കാലഘട്ടത്തിൽ മിലിറ്ററിയും ഒരു ഡെഫിനറ്റ് ആയിട്ട് റോള് പാസ്സാക്കിയിട്ടുണ്ട്. കാരണം അവര് മിലിറ്ററിയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ഒരു ചാൻസ് അവരെടുക്കുന്നു. ഇനി നമുക്ക് സ്വാതന്ത്ര്യം വേണം, തോട്ടിൽ നിന്നും നമ്മളുടെ ചിന്തയിൽ നിന്നും നമ്മളുടെ എക്സ്പ്രഷനിൽ നിന്നും സ്വാതന്ത്ര്യം വേണം. അതിനാണ് അവര് ഇൻഡസ്ട്രിയലൈസേഷൻ സമയത്തില് ഫാമിലി സിസ്റ്റത്തിനെ പറ്റി എടുത്തു പറയുന്നു ജപ്പാനില്. ഈ ഫാമിലി സിസ്റ്റത്തിൽ വഴി ആൾക്കാർക്ക് സോഷ്യൽ സിസ്റ്റവും കൺഫ്യൂഷൻ പ്രിൻസിപ്പിൾസും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ ഈ ഇന്റേണൽ സെക്യൂരിറ്റി ലോസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയും മീജി റെസ്റ്റോറേഷൻ ടൈമില് തോട്ട് ഓഫ് ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പൗരന്റെ അവകാശം സ്വന്തമായിട്ട് ആലോചിക്കാനും പറയാനുമുള്ള ലോ, അല്ലെങ്കിൽ ആ ലോസിനെ നമ്മൾ ഗവൺമെന്റ് ഫേവർ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഇവർ ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെയാണ് ഫ്രീഡം പീപ്പിൾസ് റൈറ്റ് മൂവ്മെന്റ് വരുന്നത്. അതായത് 1870 മുതൽ 80 വരെ വൈഡായിട്ട് പീപ്പിൾസ് റൈറ്റ് മൂവ്മെന്റ് സംഭവം നടത്താം. എന്തെങ്കിലും ചെയ്യണം പറയണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. അപ്പൊ ആ മൂവ്മെന്റിന് പീപ്പിൾസ് റൈറ്റ്സ് മൂവ്മെന്റ്, സ്വാതന്ത്ര്യ മൂവ്മെന്റ്, അതായത് ജേർണലിസം വേണമെങ്കിൽ പറയാം, അതിൽ കൂടെ ഗവൺമെന്റ് പാർലമെന്ററി ഫോം ഗവൺമെന്റ് കൊണ്ടുവരണമെന്ന് ജപ്പാനിൽ അതിശോക്തിയായിട്ട് പറയാണ്. അപ്പൊ അവര് പറയുന്നത് ഈ ലോ മാത്രം, വിത്തിൻ ദ ലോ മാത്രം പോരാ, അത് സക്സസീവായിട്ട് അഡോപ്റ്റ് ചെയ്യാനും അത് പിൻകാലത്ത് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ് കൂടെ കിട്ടണം. ഇനി ഇതിന് ഓപ്പോസിഷൻ ടു മിലിറ്ററി, അവരെല്ലാ വിധത്തിലും പറയുന്നുണ്ട് മിലിറ്ററിന്റെ ആധിപത്യം, ആന്റി വാർ റൈറ്റിംഗ്സ്, മിലിറ്ററി ഒരു ബാഡ് ലൈറ്റിലാണ് വരുന്നത്. അതിന്റെ സഫറിങ്സും അതിൻ്റെതായ ഉദ്ദേശങ്ങൾ കൊണ്ട് ഈ കാലഘട്ടത്തിൽ സൈബീരിയൻ എക്സ്പെഡീഷൻ ടൈമിൽ മുഴുവനും ആംസ് ആൻഡ് അമ്യൂണിഷൻ ആയുധങ്ങളാണ്. അപ്പോ ലിറ്റററി വർക്ക്സ് ഒക്കെ ഇതിനെപ്പറ്റി പരാമർശിക്കുന്ന വർക്കുകളൊക്കെ ബാൻ ചെയ്തു. അതായത് പ്രസ് ഫ്രീഡം, പ്രസിന്റെ ഫ്രീഡം കിട്ടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മോസ്റ്റ് ആയിട്ടുള്ള വോക്കൽ ആയിട്ടുള്ള പാർട്ടിയും മിലിറ്ററി പാർട്ടീനെയും ബാൻ ചെയ്തു. അതുകൂടാതെ ലീഡേഴ്സിനെയൊക്കെ ജയിലിലാക്കി. ചില ലീഡേഴ്സ്
ഒളിവിൽ പോകുന്നു. അപ്പോ ഈ നാഷണലിസ്റ്റ് സെന്റിമെന്റ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വർക്കിംഗ് ക്ലാസ് ശ്രമിക്കുന്നതെങ്കിൽ കൂടെയും ഹാർഡ് വർക്കിംഗ് ഡിസിപ്ലിനിങ് എല്ലാം ഇത് നിർബന്ധമായിട്ട് വരികയാണ്. അപ്പോ ഇതിലെന്താ പറ്റുന്നത് വെച്ചാൽ മിലിറ്ററിയും ക്യാപിറ്റലിസ്റ്റും കൂടെ ഇത് രണ്ടും അവർക്ക് ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ അവർ മാറ്റിയെടുക്കണം. ഇനി 1930 വരുന്ന റെഗുലേഷൻസ്, ഈ റെഗുലേഷൻസ് വഴി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ടൈറ്റൻ ചെയ്തു. അതുകൂടാണ്ട് വൈഡൻ ചെയ്തത് അവരുടെ എല്ലാവിധ ആപ്ലിക്കേഷൻസും ഈ കാലഘട്ടത്തിൽ ഒന്ന് കട്ട് ഷോർട്ട് ചെയ്യാണ്. പിന്നെ വരുന്നത് പീസ് പ്രിസർവേഷൻ ലോ 1925 ഇങ്ങനത്തെ ഒരു നിയമം പാസ്സാക്കാണ്. ഈ നിയമത്തിൽ കൂടെ 1928 അതേമാതിരി 41 പ്രിവെന്റീവ് ഡിറ്റൻഷൻ, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, നമ്മള് ഒരു യുദ്ധം വരാണെന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ നേതാക്കന്മാരെ നേരത്തെ പ്രിവെന്റീവായിട്ട് എടുത്ത് ജയിലിലിടും. കാരണം അവർ ലീഡർ ഇല്ലെങ്കിൽ അനുയായികൾക്ക് ലീഡർ ഇല്ലാണ്ട് പോകുമ്പോഴത്തേക്കും അവരുടെ മൂവ്മെന്റ് ഒന്നും ശരിയായിട്ട് വരത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഡിറ്റൻഷൻ, പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ആക്കുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റിന്റെ സീക്രട്സ് ഈ നാഷണൽ ഡിഫൻസ് സെക്യൂരിറ്റി ലോ പ്രകാരം 1941 എല്ലാ കോൺഫറൻസിലും ഡിസ്കഷൻ ചെയ്യുന്ന ലേസൺ കോൺഫറൻസ് ആയിക്കോട്ടെ, ക്യാബിനറ്റ് മീറ്റിംഗ് ആയിക്കോട്ടെ, സ്റ്റേറ്റിന്റെ രഹസ്യങ്ങൾ അത് പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം അവർ കൊണ്ടുവരാണ്. അതിന് ആ സമയത്ത് 1942 സ്പെഷ്യൽ ലോസ് ആണ് കൊണ്ടുവരുന്നത്. വാർ ടൈം ക്രൈംസിനെ പുറത്തറിയിക്കാണ്ടിരിക്കാൻ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസോ, അതായത് പല സമയം നമ്മൾ വാർ ടൈമിൽ കേട്ടിട്ടുണ്ട് സ്പൈ വർക്ക് ചെയ്യാന്ന്. അപ്പോ സീക്രട്ട് സർവീസ് അങ്ങനത്തെ ഉള്ളതൊക്കെ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യും, പുറത്തേക്ക് ന്യൂസ് പോവാണ്ടിരിക്കാൻ. അൾട്രാ നാഷണലിസ്റ്റ് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ അതിനെപ്പറ്റി നാഷണലായി ദേശഭക്തിയെ പറ്റിയിട്ടുള്ള പാട്രിയോട്ടിക് സൊസൈറ്റികളോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ എന്തിനാണ് മിലിറ്ററി ഒപ്പോസ് ചെയ്യുന്നത്? ഈ ഓർഗനൈസേഷൻസ് വഴി അവര് ദേശഭക്തിയാണ് കൊണ്ടുവരുന്നത്. ഈ ദേശഭക്തി കൊണ്ടുവന്നതിന് ശേഷം മെമ്പേഴ്സിന്, അതായത് മിലിറ്ററി ഓഫീസേഴ്സ് വെറും മെമ്പേഴ്സ് മാത്രമല്ല, അവരുടെ ഐഡിയോളജിയും അത് നടത്തലാക്കാനും പ്രിസർവേഷൻ ഓഫ് നാഷണൽ എസൻസ് എന്താ നോക്കാം. ഇവിടെ ഐഡിയോളജി ഓരോ ഓഫീസേഴ്സും ജോയിൻ ചെയ്തിട്ടുള്ളത് കിറ്റാക്കിന്ന് ഓർഗനൈസേഷൻസ് ആണ്. ഇതിൽ ആർമിയിലും നേവിയിലും ഉള്ളവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഓർഗനൈസേഷൻ വഴി ഒക്കാവ ഷുമോഹി ഇൻഫോം ചെയ്തു ഒരു യോസാന എന്ന് പറഞ്ഞൊരു പാർട്ടി സൊസൈറ്റി ഉണ്ടാക്കാണ്. നാഷണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ദേശഭക്തി കാര്യങ്ങൾ ഉള്ള എസൻസ് വരുന്നത്. ഇവിടെ ഒക്കാവ ഒരു ലെക്ചറർ ആയിരുന്നു, കോളനൈസേഷൻ അക്കാഡമിന്റെ ലെക്ചററും അതേമാതിരി മിലിറ്ററി എക്സ്പാൻഷൻ എബ്രോഡിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുള്ള ആളാണ്. മാത്രമല്ല ആവശ്യം വന്നാൽ അത് ഉപയോഗിക്കണം എന്ന് പറയുന്നു. പിന്നെ വേറൊരു സൊസൈറ്റി ഫോം ചെയ്യുന്നുണ്ട്, സഖുറായ് ചെറി ബ്ലോസം എന്നാണ് അതിന്റെ പേര്, 1930. അത് ലെഫ്റ്റനന്റ് കേണൽ കരായ് അല്ലെങ്കിൽ ഹയർ എത്തനിക് സൊസൈറ്റി എന്ന, അതും ഇതേമാതിരി റിട്ടയർഡ് ആയിട്ടുള്ള ആർമി നേവി ഓഫീസേഴ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കുകയാണ്, ഹയർ എത്തനിക് സൊസൈറ്റി. പിന്നെ നമുക്ക് കൊടക്കായ് ഇമ്പീരിയൽ ബേസ് സൊസൈറ്റി ഉണ്ടാവുന്നു 1933. അതിന്റെ എയിം എന്താ വെച്ചാൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സ്ട്രക്ചർ ഉള്ളതിനെ തീർക്കുക, അബോളിഷൻ ചെയ്യുക. പൊളിറ്റിക്കൽ പാർട്ടീസിനെയും അതേമാതിരി തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്തിട്ടുള്ള എക്കോണമിനെയും കൊണ്ടുവരണം. അതാണ് അവരുടെ ഉദ്ദേശം. ഇപ്പൊ എംപറർ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ, ഓഫീസേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ഉള്ള സാഹചര്യം വരാത്ത വിധത്തിലും, അത് മാത്രമല്ല അങ്ങേരെ കൊണ്ട് പറ്റുന്നില്ല. ഹൈക്കമാൻഡില് 1930 കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, തന്റെ ഓഫീസേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. എന്താ വെച്ചാൽ മഞ്ചൂരിയൻ ആനി, അവിടെ മഞ്ചൂരിയനില് ഇത് പ്ലേസ് പറ്റാനും അതേമാതിരി തന്നെ എക്സിക്യൂട്ട് ചെയ്യാനും അവർക്ക് പറ്റാണ്ട് വരുന്നു. ആർമി ലീഡേഴ്സും ക്യാപിറ്റൽസും ഇതേമാതിരി കൺട്രോൾ ചെയ്തു വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യാണ്. ജൂനിയർ ഓഫീസേഴ്സിന് മിലിറ്ററി റെഗുലേഷൻസും യൂണിറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നതും പെട്ടെന്ന് അത് പോളിസികൾ നിന്ന് പോവും ടോക്കിയോയില്. അപ്പോൾ ഒരു എംപററിന്റെ
മിലിറ്ററി ഡിസ്റിഗാർഡ് ചെയ്ത് സുപ്രീം കമാൻഡർ എംബറിലേക്ക് പോകുന്നു. ഇനി ആർമിക്കകത്ത് തന്നെ ഡിവിഷൻ, പല വിധത്തിലുള്ള ഡിവിഷനാണ് ആർമിക്കകത്ത് പോകുന്നത്. ആ ആർമിയുടെ ഹൈ ലെവലില് ഇത് ക്രിയേറ്റ് ചെയ്ത് പോകുന്നു. എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ക്രൈസിസ് ആണ്. 2 മേജർ ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഇമ്പീരിയൽ വേ വഴി അതിന്റെ ജനറൽസ് ആണ് അർക്കായിസാഡോ. അതേമാതിരി കൺട്രോൾ ഫാക്ഷൻ വേറൊന്നുണ്ട്. അതിലെ ജനറൽ സ്റ്റാഫ് ആണ് ഉപയോഗിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ കോഡ് ഓഫ് ഫങ്ഷനില് ലോയൽറ്റി, അതായത് ഗവൺമെന്റിനോടുള്ള ലോയൽറ്റി മൊറയിലും അണ്ടർപ്ലേ ചെയ്താണ് അവർ പോയിക്കൊണ്ടിരിക്കുക. ഇതിന് ഒസായി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ക്യാപിറ്റലത്തിന് ഓപ്പോസിറ്റില്ല, പക്ഷെ പാർലമെന്ററി സിസ്റ്റം വേണമെന്ന് പറയുന്നു. ഇപ്പൊ ഇങ്ങനെ ഈ കൺട്രോൾ, സ്റ്റേറ്റ് കൺട്രോളും ജപ്പാന് ഒരു വാറിനുള്ള പ്രിപ്പറേഷനാണ് ഇവരെടുത്തു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, ബ്യൂറോക്രാറ്റ്സ് എല്ലാരും കൂടെ. അപ്പോ ഈ കോഡ് ഓഫ് ഫങ്ഷൻ ഡോമിനന്റ് പൊസിഷനില് ആർടി വരുമ്പോഴത്തേക്കും വാറിനുള്ള പ്രിപ്പറേഷൻ ആയിപ്പോയി. മിനിസ്റ്ററായിട്ട് 1931 വൈസ് ചീഫ് സ്റ്റാഫ് ആവുകയാണ് തോസുക്കി. എക്സസൈസ് ചെയ്ത് മഞ്ചൂരിയയിലേക്ക് പോകുന്നു. പവർ റീക്ലെയിംഡ്. ഇവിടെ നമ്മൾ തിരിച്ചു പിടിക്കുകയാണ് പവറിന്. ഏത് പവർ പോയോ ആ പവറിനെ അവർ തിരിച്ചു പിടിക്കുന്നു. 36 ഈ ചെറിയ ഓഫീസേഴ്സ്, യങ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ടോക്കിയോന്റെ കൺട്രോളിൽ പിടിക്കുകയും അതേമാതിരി ടോപ്പ് ലീഡേഴ്സിനെ, ഫിനാൻസ് മിനിസ്റ്ററിനെയൊക്കെ, ലോർഡിലെ വലിയ വലിയ ഓഫീസേഴ്സിനെയും ഒക്കെ കൊലപ്പെടുത്തുന്നു. ഈ ചെറിയ ഓഫീസേഴ്സ് ന്യൂ ഓർഡർ വഴി മസാക്കി കൊണ്ടുവരാണ്. ഈ മസാക്കിയിലെ ഓഫീസേഴ്സിനെ സറണ്ടർ ചെയ്യാൻ പറയുന്നു. 13 ഓഫീസേഴ്സിനെ അവര് ട്രൈ ചെയ്ത് അവരെ എക്സിക്യൂട്ട് ചെയ്യുന്നു, കൊലപ്പെടുത്തുന്നു. ഇതിന് വേണം കിട്ടാക്കാക്കിയില് എക്സിക്യൂട്ട് ചെയ്യുന്നത് 1937 അർക്കിയും മസാക്കിനെയും പേറോളിൽ നിന്ന് മാറ്റി. അപ്പൊ ഈ ഗ്രൂപ്പിന്റെ ഓർഗനൈസേഷൻ, കൊഡോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ വീക്കായി പോവുകയും ബാക്കിയുള്ളവരെ ട്രാൻസ്ഫർ ദൂരദേശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. ഇന്റേണൽ പവർ അവരെ വീക്കൻ ചെയ്യാൻ, അവരുടെ മിലിറ്ററിയുടെ കൺട്രോൾ അല്ലെങ്കിൽ മിലിറ്ററിയുടെ പവർ കുറഞ്ഞു പോവാണ്. അപ്പൊ മിലിറ്ററിയുടെ ഓഥറൈസേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററിനെയും ഒരു ലീഡറിനെ അപ്പോയിന്റ് ചെയ്തിട്ട് അതിന്റെ സർവീസ് വഴി എല്ലാത്തിനും ഒരു അപ്പോയിന്റ് ചെയ്യാൻ പറയും. അപ്പോ ഇതില് ക്യാബിനറ്റ് സമ്മതിക്കുന്നില്ല. ആർമിയുടെ ഇന്റർവെൻഷൻ പാടില്ല. ആർമി പറയുന്നത് അനുസരിച്ച് ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല എന്ന് അവർ പറയാണ്. അപ്പൊ കൊക്കഡോന്റെ ക്യാബിനറ്റ് പൊട്ടിപ്പോവുകയും അതേമാതിരി ഹിറോക്കോട്ടിന്റെ വേറൊരു ക്യാബിനറ്റ് ഉണ്ടാക്കാനായിട്ട് വരുത്തുന്നു. ഈ ഓതറൈസേഷൻ വഴിയും മെമ്പേഴ്സിനെ ക്യാബിനറ്റിൽ അപ്രൂവ് ചെയ്യാണ്ട്, മിലിറ്ററിന്റെ അപ്രൂവൽ ഉണ്ടാണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷനാണ് അവിടെ വരുന്നത്. ഇനി യുഗായി ക്യാബിനറ്റ് ഫോർമേഷനിൽ എന്താ ചെയ്യുന്നത് നോക്കാം. ഇവിടെ റിസൈൻ ചെയ്തു. ഹിറോട്ടോമ ക്യാബിനറ്റിൽ റിസൈൻ ചെയ്യിപ്പിച്ച ശേഷം ഹമദ കുനാക്കിയാണ് ഡയറ്റിന്റെ ആന്റി മിലിറ്ററിന്റെ ഹെഡായിട്ട് വരുന്നത്. കോപ്പറേഷൻ കിട്ടുന്നില്ല. അതേസമയം യുഗായി ടോക്കിയോയിലേക്ക് പോവുകയും അവിടെ പോയി ഇന്റർസെപ്റ്റ് ചെയ്ത് കഗ്വാന പെർഫെക്ചറുടെ കൂടെയും മിലിറ്ററി പോലീസ് കമാൻഡറുടെ കൂടെയൊക്കെ സംസാരിക്കുകയും അതിനുശേഷം അവർ കാറിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും ആർമി യങ് ഓഫീസേഴ്സ് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആർമി മിലിറ്ററിയുടെ അവർക്ക് പറയാനായിട്ട് ഡിക്ലൈൻ ചെയ്യാണ്. ഇനി ഇങ്ങനെ ഒരു ഓഫീസർ വേണ്ടെന്നുള്ളതിന്റെ ക്യാബിനറ്റ് വേണ്ടെന്നുള്ളത് നിശ്ചയിക്കുന്നു. ഇമ്പീരിയർ റൂൾ അസിസ്റ്റന്റിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചാല് 1936 റെഗുലേഷൻസ് കൊണ്ടുവരാണ്. പ്രൈം മിനിസ്റ്ററിന് ഇനി ആരെയും റിട്ടയർഡ് ആയിക്കഴിഞ്ഞാൽ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. അതേമാതിരി പൊളിറ്റിക്കൽ പാർട്ടീസ് റെപ്രസെന്റ് ചെയ്യുന്ന മാസ് ലോവർ ഹൗസ് ഡയറ്റ് വേണ്ട. എല്ലാത്തിനും അപ്രൂവൽ പബ്ലിക് വരണം. 1940 എല്ലാ റൂൾ അസിസ്റ്റൻസ് അസോസിയേഷൻ റീപ്ലേസ് ചെയ്യണം. പോയോ? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് ക്യാബിനറ്റ് പ്ലാനിങ്ങില് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ചൈനയിൽ ഉണ്ടായിരുന്ന മാതിരി 37 ഉണ്ടായിരുന്ന മാതിരി ഹോസ്റ്റിലിറ്റി എന്ന് വെച്ചാൽ വിരോധം, ചൈനയോടുള്ള വിരോധം, അതേമാതിരി ജപ്പാനോട് നഷ്ടങ്ങൾ, ഇതൊക്കെ മെൻ ആൻഡ് മെറ്റീരിയൽസും അവർക്ക് നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ചു പിടിക്കണം. അപ്പോ കുമീരോ
പ്രൈം മിനിസ്റ്റർ ആവുകയും 1937 അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കാൻ ഗവൺമെന്റിന്റെ ഒരു കൺട്രോളിൽ വരികയാണ്. അതിന് കൺട്രോൾ ചെയ്യുമ്പോൾ ആദ്യം ഏവിയേഷൻ കൺട്രോൾ ചെയ്യും, പിന്നെ ക്യാബിനറ്റിന്റെ പ്ലാനിംഗ് ബോർഡ് കൊണ്ടുപോകും. ആ പ്ലാനിംഗ് ബോർഡ് വഴി ഇക്കണോമിക് പോളിസീസ് കൊണ്ടുവരുന്നു. ഇനി മൊബിലൈസേഷൻ ലോ കൊണ്ടുവരാണ്. ഈ മൊബിലൈസേഷൻ ലോ മുഖാന്തരം ഇവര് ഉദ്ദേശിക്കുന്നത് മിലിറ്ററിയുടെ ലേബർ, റോ മെറ്റീരിയൽ എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുക, ഇൻഡസ്ട്രീസ് എല്ലാം കൺട്രോൾ ചെയ്യുക, വാർ മെഷീനറീസ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ മക്കാച്ചുലിയും ഇതേമാതിരി മിലിറ്ററി കൺട്രോൾ ചെയ്ത് ഡെവലപ്മെന്റ് ഏതിലേക്കാണ് കൊണ്ടുപോകുന്ന? അയൺ, കോള്, സ്റ്റീൽ ഇൻഡസ്ട്രീസ്, അതേമാതിരി എയർപ്ലെയിൻസ് ഉണ്ടാക്കുന്ന ഓട്ടോമൊബൈൽസ്, പ്ലാന്റ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വരികയാണ്. ഇനി വാറും മിലിറ്ററി ബിഹേവിയറും ഓരോ സമയത്തും ഇങ്ങനെ കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്കും വാർ വന്നു കഴിഞ്ഞാൽ 41 ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു, ഈസ്റ്റ് ഏഷ്യനെ ഒരു ഗ്രേറ്റർ പ്രോസ്പെറിറ്റി സ്ഫിയർ ആക്കി മാറ്റാനും ജപ്പാൻ, ചൈന, മക്കാച്ചു ഒരുമിച്ച് ഇൻഡസ്ട്രിയൽ ബേസിസിൽ കൊണ്ടുവരിക. അത് മുഖാന്തരം അവരുടെ പ്രോസ്പെറിറ്റി എല്ലാവർക്കും ആ ഏരിയയിൽ നിന്ന് ലിബറേറ്റ്, ഏഷ്യയുടെ കൺട്രോളിൽ നിന്ന് വെസ്റ്റേൺ കൺട്രികളുടെ ലിബറേഷൻ വേണം എന്നുള്ളതായിരുന്നു ജപ്പാന്റെ ആദ്യത്തെ ഉദ്ദേശം. ഇനി പേൾ ഹാർബർ അറ്റാക്ക് ചെയ്യുന്നു. ഈ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ റൂൾ അസോസിയേഷൻ 1941 ഒരു ബേസിക് കോൺസെപ്റ്റ് പ്രോസ്പെറിറ്റി സ്ഫിയർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും അവര് ഏഷ്യൻ കോപ്പറേഷൻ മുഖാന്തരം ഇതിനെ ജപ്പാൻ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവര് പോളിസികൾ ഗവൺമെന്റിന്റെ കൺട്രോൾ വന്നിട്ടുള്ളത് ദൈവമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വിശ്വാസമുള്ളവരാണ്. അപ്പൊ അതേമാതിരി തന്നെ ഇവര് എന്താ ചെയ്യുന്ന വെച്ചാൽ കൺട്രോൾ ആയിട്ടുള്ള ഏഷ്യൻസ് 7-ാം തീയതി 1941 ജപ്പാൻ അറ്റാക്ക് ചെയ്യാണ് പേൾ ഹാർബർ. അതാണ് സെക്കൻഡ് വേൾഡ് വാറിന്റെ തുടക്കം കുറിക്കുന്നത് അവിടെ നിന്നാണ്. 7-ാം തീയതി ജപ്പാൻ പോയിട്ട് പേൾ ഹാർബർ അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്കില് യുഎസിനെയാണ് യുഎസിന്റെ ഷിപ്പൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് പോയിട്ട് ജപ്പാൻ അറ്റാക്ക് ചെയ്യുകയും ആ അറ്റാക്കിനെ തിരിച്ച് പാഠം പഠിപ്പിക്കാന്നുള്ള ലെവലിലാണ് ജപ്പാനിൽ അവര് യു എസ് എനെ ഡിഫീറ്റ് ചെയ്തു. അപ്പൊ യു എസ് എനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ യു എസ് എ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ഉടനെ തന്നെ അവര് സെക്കൻഡ് വേൾഡ് വാറിന്റെ തുടക്കം അങ്ങനെയാണ് വരുന്നത്. ഇത് ലോങ് ആയിട്ടുള്ള ഒരു ദേഷ്യം, ഈ ദേഷ്യം ഇതാണ് ഈ ചാപ്റ്ററോട് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഇന്തോനേഷ്യ, ബർമ, ഫ്രഞ്ച് ഇവരെല്ലാരും കൂടെ ഒരുമിച്ചിട്ട് ജാപ്പനീസിനെ ലിബറേറ്റേഴ്സ് എന്നുള്ള ലെവലിൽ കൊണ്ടുവരികയും യൂറോപ്യൻ പവറിനെ ഡിഫീറ്റ് ചെയ്യാൻ അമേരിക്കൻ അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രി ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കൺട്രി റഷ്യ ജാപ്പനീസ് വാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഇത്രയും മിലിറ്ററി പവർ, ജപ്പാന്റെ മിലിറ്ററി പവർ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഈ വാറിനെ അവര് വലിയ കാര്യമായിട്ടാണ് സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങാനുള്ള കാരണം ഈ പേൾ ഹാർബർ അറ്റാക്ക് ആണ്. ഇനി അടുത്ത ചാപ്റ്ററിൽ 12ലേക്ക് പോവാണ്. ഇവിടെ ജപ്പാൻ എങ്ങനെയാണ് വെസ്റ്റേൺ കൺട്രികളെ, പുറം രാജ്യങ്ങളെ അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യുക, ആ ഡിഫീറ്റ് ചെയ്ത മിത്ത് സുപ്പീരിയോറിറ്റി അടച്ച് അമർത്തി സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങാനുള്ള കാരണം ഇതായിരുന്നു. അപ്പോൾ വാർ ടൈമിൽ ജപ്പാൻ, റഷ്യ, ബ്രിട്ടന്, ഫ്രാൻസ്, ഓസ്ട്രേലിയ ഇവരെല്ലാം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കൺഫേംഡ് പൊസിഷൻ ആക്കി കൊണ്ടുവരികയും വെസ്റ്റേൺ ഇമ്പീരിയലിസം അല്ലെങ്കിൽ അവരുടെ അടിമത്വം കൊണ്ടുവരുന്നു. അപ്പോൾ ജപ്പാന്റെ ആർഗ്യുമെന്റ് എന്താണ്? ഏഷ്യ യൂണിറ്റിയാണ്, ഏഷ്യ മുഴുവൻ ഒരുമിച്ച് നിൽക്കണം, ഈ അടിമത്വത്തിന് അല്ലെങ്കിൽ ഇമ്പീരിയലിസത്തിന്, വെസ്റ്റേൺ ഇമ്പീരിയലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, ഗ്ലോബൽ ക്യാപിറ്റൽ കൊണ്ടുവരണം, മോഡറേറ്റ് ആയിട്ട് സോഷ്യലൈസ് ചെയ്യണം, അതേമാതിരി കൾച്ചറൽ പ്രാക്ടീസ് കൊണ്ടുവരണം, മിഡിൽ ക്ലാസ്സിന്റെ കൺട്രികളിൽ, അതായത് ആ കാലഘട്ടത്തിൽ ഏഷ്യൻ കൺട്രീസ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കൺട്രികളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പാക്കി പാൻ ഏഷ്യനിസം അല്ലെങ്കിൽ ഏഷ്യാനിസം, അതില് ജപ്പാൻ ഒരു ലീഡർ അല്ലെങ്കിൽ ജപ്പാൻ ഒരു ഹൈഫൈ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് എടുക്കുന്നത്. ബിക്കോസ് അവരുടെ സക്സഷൻ കാരണം പേൾ ഹാർബർ അറ്റാക്ക് ചെയ്ത് യു എസിനെ അടിച്ചമർത്തിയ ആ ധൈര്യം, ജപ്പാന്റെ വിക്ടറിയാണ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ വിദേശീയരോടുള്ള ജയം എന്ന് ജപ്പാൻ കൊട്ടിഘോഷിക്കുന്നു. ഇനി നാച്ചുറൽ ലീഡർ ആയിട്ടാണ് ജപ്പാനെ അവർ ആ സമയത്ത് കാണുന്നത്. അപ്പോൾ ഈ കോളനി വെസ്റ്റേൺ കൺട്രിയിലെ പവറിൽ അല്ലെങ്കിൽ കൂടിയും 20ാമത്തെ സെഞ്ചുറിയിൽ
ഇക്വലിറ്റി, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പത്തിനൊപ്പമുണ്ട് എന്നുള്ള ലെവലിലേക്കാണ് ജപ്പാൻ കൊണ്ടുപോയി നിർത്തുന്നത്. ആ ലേബൽ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ആൾക്കാരിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ള ജപ്പാന്റെ ആ നോളജ്, അതിനാണ് ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. കൊളോണിയൽ മൂവ്മെന്റ്സിനാണ് അവർ ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ, ഈ സമയത്ത് ജപ്പാൻ ഏഷ്യയുടെ ഒരു ഭാഗം അലൈൻ വിത്ത് ബാക്കിയുള്ള ഏഷ്യൻ കൺട്രികളായിട്ടും എന്തിനാണ് എതിർക്കുന്നത്? വെസ്റ്റേൺ, അതായത് വിദേശികളുടെ ഇമ്പീരിയലിസം, അടിച്ചമർത്തൽ. ഇതിനെ സ്വാമ്പ് ചെയ്യുന്നതാണ് വെസ്റ്റേൺ കൾച്ചറും അവരുടെ എലിമെന്റ്സ്, ഇൻഡിജീനിയസ് ആയിട്ടുള്ള എലിമെന്റ്സും അവരുടെ തിങ്കിങ്ങും അവരുടെ വിചാരങ്ങളെയും എതിർക്കുക. പിന്നെ ജപ്പാന്റെ വേറൊരു ഉദ്ദേശം, ഒരു ജപ്പാൻ ആരുടെയും കോളനി അല്ല. അപ്പോ അവനവന്റെ കൾച്ചർ, സ്വന്തം രാജ്യത്തിന്റെ കൾച്ചറും സ്വന്തം രാജ്യത്തിന്റെ സിവിലൈസേഷനും തകർക്കാണ്ട് നോക്കണം. എപ്പോഴും നമ്മളുടെ രാജ്യത്തിന്റെ നമ്മളുടെ സ്വാർത്ഥത കൊണ്ടുക. പിന്നെ പറയുന്ന ക്യാരക്ടറൈസേഷനിൽ വരുമ്പോഴത്തേക്കും അവരുടെ പോളിസികൾ, ജപ്പാൻ പോളിസികളും വിശ്വാസങ്ങളാണ് ഇതൊക്കെ. വിശ്വാസങ്ങൾ ഏഷ്യൻ കൺട്രീസിന് മുഴുവൻ ഒരേ തരത്തിലുള്ള വിശ്വാസങ്ങളും വിചാരങ്ങളും ഉണ്ട്. അതിൽ പിടിച്ചുകൊണ്ട് വേണം നമ്മൾക്ക് ബാക്കിയുള്ളവരെ, അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇമ്പീരിയലിസ്റ്റിനെ അല്ലെങ്കിൽ നമ്മളെ കോളനിയാക്കാൻ സമ്മതിക്കരുതെന്നാണ് പറയുന്നത്. ഇനി സിവിലൈസേഷൻ മിഷൻ, ഇത് ഇന്ത്യയിലും പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് വന്ന സമയം സിവിലൈസേഷൻ മിഷൻ അവർ പറഞ്ഞത്. കാരണം ആ സമയത്ത് അവർ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കാനുള്ള ഉദ്ദേശങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴും അവര് കോളനൈസേഷൻ ചെയ്യുമ്പോഴും ഇന്ത്യനെ ബ്രിട്ടീഷുകാർ സിവിലൈസ് ചെയ്യാനുള്ള ഒരു പോളിസിയിലാണ് ഈ പേര് ഇതിന് കൊടുത്തിരുന്നത്, സിവിലൈസേഷൻ മിഷൻ. ഇതിന്റെ ഉദ്ദേശം വന്നത് ആൾക്കാർ, നമ്മളൊക്കെ അവര് സുപ്പീരിയർ റേസ് ആണ്, അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു വലിയ റേഞ്ചാണ്, ഏഷ്യയിലുള്ളവരൊക്കെ ഇൻഫീരിയർ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ വിവരമില്ലാത്തവർ ബാർബേറിയൻസ്. അതുകൊണ്ടാണ് അവർ സിവിലൈസേഷൻ മിഷൻ എന്നുള്ള ടേം തന്നെ അവിടെ വരുന്നത്. ഇവിടെ റേഷ്യലി അല്ലെങ്കിൽ രാജ്യത്തിന്റെ ജപ്പാന്റെ ഇക്വാലിറ്റി ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ജപ്പാൻ ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്കുള്ള അതേമാതിരി പോളിസികൾ ഞങ്ങൾക്കും ഉണ്ട് എന്നുള്ള ലെവലിലാണല്ലോ പേൾ ഹാർബർ അറ്റാക്ക് ചെയ്യുന്നതും അവരോട് ഈക്വലൈസ് ചെയ്യുന്നതും. പാശ്ചാത്യരോട് ഈക്വലൈസ് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇന്റലിജൻസ് ഉണ്ട്, ഞങ്ങളുടേതായ സിവിലൈസേഷൻ ഉണ്ട്. അപ്പൊ ഈ കൺസെപ്റ്റ് മോഡേൺ കൺസെപ്റ്റ് ആണ്. അതായത് എല്ലാം ജാതി റേസസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പുകൾ, മംഗോളിയൻ റേസ്, ആന്ത്രപ്പോളജി, അതായത് മനുഷ്യരാശിനെ പറ്റി പഠിക്കുന്നതാണ് ഡിഫറെന്റ് റേസസ്. ആ റേസസിൽ ഞങ്ങൾക്ക് അതേമാതിരി ഞങ്ങൾ വെള്ളക്കാർ അല്ലെങ്കിലും നമ്മൾക്കും ഇന്റലിജൻസ് ഉണ്ട്, നമ്മൾക്കും സിവിലൈസേഷൻ ഉണ്ട്. ചൈനീസ് സിവിലൈസേഷൻ വൺ അമംഗ് ദ 4 civilizations ഓഫ് ദ വേൾഡ്. അപ്പൊ അങ്ങനെ ജപ്പാന്റെ ഒരു രൂപം തന്നെ ഒരു വലുതായിട്ടാണ് ആ സമയത്തിൽ കാണപ്പെടുന്നത്. ഇതിനുശേഷം സൊസൈറ്റീസ് ഒക്കെ ഫോം ചെയ്യാണ്. ഈ സൊസൈറ്റീസ് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ജപ്പാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാത്തിനും സപ്പോർട്ട്. ഈ സപ്പോർട്ടിൽ കൂടെ അവര് 77 ന്യൂ ഏഷ്യ ഷിൻജ തുടങ്ങി. പിന്നെ ഒക്കുബാമ നോഷി 1800 മുതൽ ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ വരുന്ന ലീഡേഴ്സും അതേമാതിരി തന്നെ സൊസൈറ്റികളും പരസ്പരം കൾച്ചറൽ ഈസ്റ്റ് ഏഷ്യൻ കോമൺ കൾച്ചറൽ സൊസൈറ്റി ഫോം ചെയ്യും. ഈ പ്രിൻസ് കുനൈ ഫുമിനിമോരോ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ രാഷ്ട്രീയമായിട്ടും രാജകീയ വിധത്തിലും ഇവർക്ക് സപ്പോർട്ട് കിട്ടുമ്പോൾ അതിന്റെ കൂടുതലായിട്ട് അവർക്ക് കൂടുതൽ സ്വരാജ്യത്തിനോടുള്ള സ്നേഹം കൂടും. അതാണ് വരുന്നത്. മീജി ജപ്പാൻ, ഇതാണ് മോഡേൺ ആയിട്ടുള്ള ഒരു ലേണിങ്ങിനെ പറ്റി നമ്മൾ പറയുന്നത്. മീജി ജപ്പാനില് അവിടെ മീജി റെസ്റ്റോറേഷൻ ടൈമിലുള്ള ജപ്പാൻ ഒരു മോഡേൺ ലേണിംഗ് ആണ് കാണുന്നത്. അതേമാതിരി തന്നെ ബിസിനസ്, അവർക്ക് ബിസിനസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി ചൈനയായിട്ടും കൊറിയയായിട്ടും വിയറ്റ്നാമായിട്ടും ബാക്കിയുള്ള ഏഷ്യൻ കൺട്രികളുമായിട്ട് അവർ ലിങ്ക് ഉണ്ടാക്കുന്നു. അതേമാതിരി തന്നെ സൗത്ത് ഏഷ്യയിലുള്ളവര് 20ാം നൂറ്റാണ്ട് മുതൽ നല്ല ട്രേഡർമാനും അതേമാതിരി തന്നെ നല്ല സ്റ്റുഡൻസ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. അതേമാതിരി ബാക്കിയുള്ള റവല്യൂഷണറീസ്, അതായത് വേറെ രാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന വിപ്ലവകാരികൾ
എവിടെ ഈ രാജ്യങ്ങളിൽ വന്ന് അഭയം തേടുകയും അവിടുത്തെ നാഷണലിസ്റ്റ് ഓർഗനൈസേഷന്റെ കൂടെ വർക്ക് ചെയ്യും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പോയിട്ടുണ്ടല്ലോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ടൈമിന് വേണ്ടിയിട്ട്. അപ്പൊ ഇന്ത്യ കോളനി ആയിട്ട് ഇരിക്കുന്ന സമയത്തുള്ള കാലഘട്ടമാണ് ഇത്. അപ്പൊ ഇന്ത്യയുടെ ലിബറേഷനും വേണ്ടിയിട്ടും അവർ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതേമാതിരി തന്നെ ജപ്പാനിലുള്ള ഇന്റലക്ച്വൽസും ആക്ടിവിറ്റീസും എല്ലാവരും കൂടെ സോഷ്യൽ സോളിഡാരിറ്റി സൊസൈറ്റി, അവിടെ ചൈനീസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, ജാപ്പനീസ് ഉണ്ട്, ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ട് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? നാഷണൽ ഇൻഡിപെൻഡൻസ് ആണ്. അതിന്റെ ഒപ്പത്തിനൊപ്പം മോഡേൺ ഡെവലപ്മെന്റും വലുതായി വരണം. നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് അപ്പോൾ ഡിസ്കഷൻ നടക്കുന്നത്. അത് മാത്രമല്ല, സ്വാതന്ത്ര്യം കിട്ടുകയും വേണം, നമ്മൾ ഡെവലപ്മെന്റ് മോഡേണൈസ് ആവുകയും വേണം. അപ്പോ ഇതേ കാര്യങ്ങള് ഇവിടെയും കോമൺ, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഈ കോമൺ പ്രോബ്ലമിൽ നമ്മൾ ഒരേ വിധത്തിൽ കാണുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതിന് വേണ്ട വർക്ക് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റി ലണ്ടനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫോറിൻ സ്റ്റുഡൻസ് ഇന്ററാക്ഷൻ, അതായത് നമ്മളുടെ ആൾക്കാരും ഫോറിൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളവര് ഇംഗ്ലണ്ടിൽ ലണ്ടനിൽ അവർ ഫോറിൻ സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവിടുത്തെ കാലഘട്ടത്തിൽ അവിടെ നടത്തുന്ന കൊളോണിയൽ പവറിലും അവരുടെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു. അതായത് നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ ലണ്ടനിൽ പോയി പഠിച്ച സമയത്ത് അവര് കാണുകയും ഇവരുടെ വ്യത്യാസമായ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1905 ലണ്ടനിൽ. അതില് 1906 ഇന്ത്യൻസ് ന്യൂയോർക്കില് അനദർ ഓർഗനൈസേഷൻ തുടങ്ങാണ്. അതില് അലൈഡ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് വരുന്നത് ഐറിഷ് നാഷണൽസ് കൂടിയുണ്ട്. നാഷണാലിറ്റി ഇന്ത്യൻ അല്ല, പക്ഷെ ഐറിഷ് ആണ്. എന്നിൽ കൂടെയും അവർ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു. 1907 ഏഷ്യ സോളിഡാരിറ്റി സൊസൈറ്റി ഫോം ആവുകയാണ്. ആ സൊസൈറ്റി മുഖാന്തരം ടോക്കിയോയിലാണ് അത് ഫോം ആവുന്നത്. അവിടെ വെച്ച് ഇന്ത്യൻസ്, ചൈനീസ്, ജാപ്പനീസ്, ബാക്കിയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ളവരെല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുകയും ഇതിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഡിസ്കഷൻ ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള വർക്കുകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അവര് എല്ലാ മനുഷ്യന്മാരും ഒരേ മാതിരിയാണ്, അല്ലെങ്കിൽ റേസിസം പാടില്ല, കൊളോണിയലിസം പാടില്ല, ഇമ്പീരിയലിസം പാടില്ല എന്നുള്ളതിന് ആ കോമൺ തോട്ട് എല്ലാവർക്കും വന്നു തുടങ്ങി. അപ്പോൾ അവരെല്ലാവരും യോജിച്ച് ചെയ്യാൻ തുടങ്ങി. ലുയു ഷിപ്പി ഏഷ്യൻ സോളിഡാരിറ്റി സൊസൈറ്റി, ഇത് ചൈനീസിന്റെ ഏഷ്യൻ സോളിഡാരിറ്റി സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ അവർ പറയുന്നത് ലിയു ഷിപ്പിയാണ്. റീസെന്റ് ആയിട്ടുള്ള നാട്ടിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങേര് പറയുന്നത് മുഴുവനും ഏഷ്യ ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് വരണം. കൾച്ചറൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടെയും ചൈനീസ് ലാംഗ്വേജ് ജപ്പാൻകാരും പഠിക്കുന്നുണ്ട്, കൊറിയക്കാരും പഠിക്കുന്നുണ്ട്, വിയറ്റ്നാംകാരും പഠിക്കുന്നുണ്ട്. ബുദ്ധിസം, ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ബുദ്ധിസം ഓൾ ഓവർ ഏഷ്യയില് സ്പ്രെഡ് ആയിട്ടുണ്ട്. ചൈനയിലുണ്ട്, വിയറ്റ്നാമിലുണ്ട്, കൊറിയയിലുണ്ട് ബുദ്ധിസം. കാരണം അതിന്റെ ഒറിജിൻ ഇന്ത്യ ആണെങ്കിൽ കൂടിയും അതിന്റെ നല്ല വിഷങ്ങൾ, അതിന്റെ സിംപ്ലിസിറ്റി കൊണ്ടാണ് അത് എത്രയും സ്പ്രെഡ് ആയിട്ട് വരുന്നത്. അതേമാതിരി തന്നെ ഇസ്ലാം ഉണ്ട്, ഇന്ത്യൻ ബ്രാഹ്മിൻസ് തന്നെ മുസ്ലിംസ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇന്ത്യൻ ഫെമിലിയാരിറ്റിയും ഫിലിപ്പൈനേഴ്സ് ബ്രിട്ടീഷ് കൾച്ചറും അമേരിക്കൻ കൾച്ചറും, അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വന്നിട്ട് ഒരു ഏഷ്യൻ സോളിഡാരിറ്റി ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ കൂടെ മനുഷ്യർക്ക് പറയുന്ന ഉദ്ദേശങ്ങൾ എന്താന്ന് വെച്ചാൽ എല്ലാവരും യുണൈറ്റഡ് ആയിട്ട് ഷെയർ ചെയ്യുക. കൾച്ചറൽ എക്സ്പീരിയൻസ് വ്യത്യാസമുണ്ടെങ്കിൽ കൂടെയും യൂണിറ്റി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ കൂടെ അവര് പരാമർശിച്ചു വരുന്നത്. ഇനി കോൺകൊറേഡ സൊസൈറ്റി, ഈ കോൺകൊറേഡ അതായത് കോപ്പറേഷൻ, പല വിധത്തിലുള്ള രാശികൾ, റേസസ് അല്ലെങ്കിൽ പല മനുഷ്യഗണങ്ങൾ, ഇതിനെ ഈ കോൺകൊറേഡ സൊസൈറ്റി എന്ന് ഫോം ചെയ്യുന്നു. ഇതിന്റെ കോപ്പറേഷൻ എല്ലാ റേസും, മംഗോളിയൻ റേസ് ഉണ്ട്, ജാപ്പനീസ് റേസ് ഉണ്ട്. അതൊക്കെ നമ്മൾ സൊസൈറ്റി അവരുടെ
ബോഡി സ്ട്രക്ചറിൽ ആന്ത്രപ്പോളജിയിൽ ഓരോ സൊസൈറ്റിയിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ ഓരോ റേസിൽ വരുന്നവർക്ക് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. കളർ വ്യത്യാസം, മുഖഛായ വ്യത്യാസം, ഹൈറ്റ് വ്യത്യാസം, കണ്ണിന്റെ ലുക്സ്, കണ്ണിന്റെ പൊസിഷൻ വ്യത്യാസം, അങ്ങനെയൊക്കെയാണ്. അതാണ് റേസസ് ആന്ത്രപ്പോളജി സ്റ്റഡീസിൽ പറയുന്നത്. അപ്പോ ഇത് എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരായാൽ കൂടിയും അവരും പറയുന്നത് ഇമ്പീരിയലിസം, അടിച്ചമർത്തൽ പാടില്ല. അവർ കോപ്പറേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കാരണവശാലും കൊളോണിയൽ സ്റ്റേറ്റ് ആക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി കൊണ്ടുവന്ന് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ജാപ്പനീസിന്റെ ലീഡർഷിപ്പില്, അതായത് ഈസ്റ്റ് ഏഷ്യൻ ലീഗ് അസോസിയേഷൻ, അതായത് 1939 ഇഷിവാര കൻജിയാണ് തുടങ്ങുന്നത്. ഇഷിവാര ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ജാപ്പനീസ് ആർമിയിലുള്ള ആളാണെങ്കിൽ കൂടെയും റൈറ്റിങ്സും അങ്ങേരെ എഴുതുന്ന റൈറ്റിങ്സ് ഒക്കെ ബുദ്ധിസ്റ്റ്, അതിന്റെ കൂടെ ഇതിനൊക്കെ ബുദ്ധഭിക്ഷുവായ റൈറ്ററിന്റെ ഐഡിയാസ് ആണ് ഇങ്ങേർക്ക് ഇവിടെ ഇൻഫ്ലുവൻസ് ആവുന്നത്. ജാപ്പനീസ് ആർമിയുടെ ലീഡർ ആണെങ്കിൽ കൂടെയും ബുദ്ധിസത്തിന്റെ തോട്ട്സ് ആണ് അങ്ങേരുടെ മനസ്സിൽ കൂടെ പോകുന്നത്. അപ്പോ തനക ചിക്കു അഡ്വക്കേറ്റ് ചെയ്യുന്ന ഫൈനൽ വാർ എന്ന് പറയുന്നത് പാശ്ചാത്യരെ എതിർക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ ഓർഗനൈസേഷൻസ് കൊണ്ടുവന്ന് അതിന് ഈസ്റ്റ് ഏഷ്യൻ കമ്മ്യൂണിറ്റി വഴിയും ഒരു ഗ്രേറ്റർ വലിയ വിധത്തിൽ ഏഷ്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുന്നതാണ് കോൺകറോഡോ സൊസൈറ്റി ഉദ്ദേശിച്ചത്. ഇനി റോയാന മാഷമിച്ചി ഈ ഈസ്റ്റേൺ കൺട്രികളിൽ റേഷ്യൽ ആയിട്ടും നേരത്തെ പറഞ്ഞ മാതിരി ഹിസ്റ്റോറിക്കൽ ആയിക്കോട്ടെ, കൾച്ചറൽ അഫിനിറ്റീസ് ആയിക്കോട്ടെ, റേഷ്യൽ ആയിക്കോട്ടെ, അതിന്റെ ഒരു ലീഡർ, ഇന്റലക്ച്വൽ ലീഡറാണ് റൊയാമാന മസാമിച്ചി. ഡിഫറെന്റ് ആർഗ്യുമെന്റ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, ജപ്പാനും ചൈനയും കൂടെ. ഇവരെന്താ എടുത്തത്? റേസോ കൾച്ചറോ അല്ല ബൈൻഡിങ് ജപ്പാൻ ആൻഡ് ചൈന. പക്ഷെ എന്താണ്? എക്കണോമിക് ഡെവലപ്മെന്റും ഇന്റർനാഷണൽ സിറ്റുവേഷൻസും, ഇത് രണ്ടുമാണ് ഇവിടെ ചൈനയെയും ജപ്പാനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരുമിച്ചാകാനുള്ള ഒരു റീജിയണൽ ബ്ലോക്ക് ആക്കി മാറ്റാനുള്ള ഐഡിയാസ് എന്ന് വരുന്നു. ഇതിൽ കൂടെ ഇവരുടെ ഐഡിയാസ് ബാക്കിയുള്ള സപ്പോർട്ടൊക്കെ, ചൈനീസിന്റെ സപ്പോർട്ടൊക്കെ ശ്രമിക്കുകയാണ്. റൊമാന ഫെയിൽ ആയി പോകുന്നു ഒരു നാഷണൽ ആസ്പിറേഷൻസ് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ അങ്ങേരുടെ ഉദ്ദേശം നടക്കുന്നില്ല. അങ്ങേരുടെ ഉദ്ദേശം നടക്കാണ്ട് വരുമ്പോഴത്തേക്കും ജാപ്പനീസ് കോളനൈസേഷനെ പുള്ളി നിരാകരിക്കുകയാണ്. ഇനി ജപ്പാന്റെ വാറ് എഗെയിൻസ്റ്റ് ചൈന. കാരണം ചൈന 1994-95 ആ സമയത്ത് ഓക്യുപ്പേഷൻ ഓഫ് മഞ്ചൂരിയ ഉണ്ട്. റിവീൽ കോൺട്രഡിക്ഷൻസ്, ജപ്പാന്റെ അഷുബുഗി അല്ലെങ്കിൽ ഏഷ്യനിസത്തിലും ജപ്പാൻ പ്രസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലും ഒരു വ്യത്യാസം കാണുന്നുണ്ടെന്നുള്ള ഒരു പരാമർശം വരുന്നു. അപ്പോൾ 1938 ഏജൻസി ഓഫ് റേസിംഗ് ഏഷ്യ കോഅജിയ ഇത് ഓർഗനൈസ് ചെയ്യുന്നു. ഇതിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു പ്രൊക്ലമേഷൻ ആണ് കൊണ്ടുവരുന്നത്. ഈ പ്രൊക്ലമേഷൻ വഴി എന്താ കൊണ്ടുവരുന്നത് വെച്ചാൽ പുതിയ സൊസൈറ്റികൾ ജാപ്പനീസിന്റെ ഗ്രേറ്റർ ലീഗിലേക്ക് റേസിംഗ് ഏഷ്യ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വലിയ മെമ്പർഷിപ്പ് കിട്ടുകയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളവര് സംസാരിക്കാനും ഒക്കെ തുടങ്ങുന്നു. ഇനി കുമിൻതാങ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയില് മാച്ചു ജാപ്പനീസ് പൂവൈ ഒരു ലാസ്റ്റ് ക്വിങ് എംപറർ ത്രോണിലേക്ക് അധികാരത്തിൽ വെക്കുകയായിരുന്നു. പക്ഷെ ആ അധികാരം വന്ന ശേഷം അങ്ങേർക്ക് സിഗ്നൽ ചെയ്യാനുള്ള ഒരു ഓൺ റൈറ്റ് ഇല്ലാണ്ട് പോവാണ്. അപ്പോൾ ചൈന അറ്റംപ്റ്റ് ചെയ്യുന്നു, ചൈനയുടെ വർക്ക് ചെയ്യുന്നു, ലോക്കലായിട്ട് ലോർഡ്സിന് ഒരു ലെജിറ്റിമേറ്റ് റൂളിലേക്ക് കൊണ്ടുവരിക. അപ്പൊ കുമിൻതാങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ചൈനീസിനെ ആർഗ്യൂ ചെയ്തിട്ട് അവർക്ക് ജപ്പാന്റെ കൂടെ വർക്ക് ചെയ്യാം എന്നുള്ള ഒരു താരതമ്യപ്പെടുത്തൽ അവിടെ വരുന്നു. ഇനി വാങ് ജൊക്കായി ഇതിന്റെ ക്ലോസ് ആയിട്ടുള്ള കുമിൻതാങ് പൊളിറ്റീഷ്യൻ ആണെങ്കിൽ കൂടിയും വളരെ ക്ലോസ് ആയിട്ട് സന്യാറ്റ്സനുമായിട്ട് ലീഡർ ആയിട്ടുള്ള സന്യാറ്റ്സൻ, ജപ്പാന്റെ ലീഡറായ സന്യാറ്റ്സനുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്കിൽ കൂടെ ഒരു കൊളാബറേഷൻ കിട്ടുകയും ആ കൊളാബറേഷൻ മുഖാന്തരം വാങ് എന്ന മേജർ ആയിട്ടുള്ള ഒരു
ഫിഗറാണ് കൊമിന്താൻ പാർട്ടിയിൽ, മേജർ റോൾ ഉണ്ട്. അപ്പോ ഈ ഈ ഈ സംയവനം അല്ലെങ്കിൽ ഈ ഒരു ഒരു 25 കൊല്ലം, ക്വാർട്ടർ സെഞ്ചുറിയാണ് കൂടെ സന്യാസന്റെ കൂടെ ഇങ്ങേർക്ക് പരാമർശിച്ചിട്ടുള്ളത്. അപ്പോ സന്യാസൻ മരിച്ച ശേഷം ആരായിരിക്കും അടുത്ത ലീഡർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയും അവിടെ വാങ് ഒപ്പോസ് ചെയ്യുന്നു ജിങ്ങിനെ. ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനില് കുമിന്താങ് പാർട്ടിയുടെ ലീഡറിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പൊ ജാപ്പനീസ് ഇതിന്റെ വാങ്ങിന്റെ ഡിസ്വാൻറ്റേജ് എടുക്കുകയും പ്രീമിയർ ആയ ഇൻഡോ ജാപ്പനീസ് വാർ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പൊ വാങ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഈ ഓഫർ ഒരു ഹെഡ് ഗവൺമെന്റ് ഉണ്ടാക്കാനും കൺട്രോൾഡ് ബൈ ജപ്പാൻ, അങ്ങരുടെ ജപ്പാനിന്റെ കൺട്രോളിൽ ഒരു ഹെഡ് ഗവൺമെന്റ് ഉണ്ടാക്കി അത് മരണം വരെ അത് കൊണ്ടുപോയി കിടന്നു. ഈ ഡെപ്യൂട്ടേഷൻ വാങ് പ്ലേഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് 1911 ചെയ്തത്. പക്ഷെ അങ്ങേര് ചൈനയെ കൺട്രോൾ ചെയ്തിരുന്നുവെങ്കിലും ജപ്പാന്റെ കൂടെ കൊളാബറേഷനിൽ കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ അങ്ങേർക്ക് ചീത്തപ്പേര് മാത്രമേ കിട്ടിയുള്ളൂ. ട്രൈറ്റർ എന്നുള്ള ചീത്തപ്പേരാണ് കിട്ടിയത്. ഇനി ജിയാങ്ഷി ഒപ്പോസ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് ആണ്. നോർത്തിലേക്കുള്ള എക്സ്പെഡീഷൻ ഒപ്പോസ് ചെയ്യുന്ന കമ്മീഷനാണ്. ഇത് മാത്രമല്ല ക്യാപിറ്റൽ നാൻജിങ്ങിലേക്ക് മാറ്റപ്പെടുകയും അവിടെ വാങ്ങിന്റെയും ലെഫ്റ്റ് കൊമിന്താങ്ങിന്റെയും ഒരു ഓൾട്ടർനേറ്റീവ് ക്യാപിറ്റലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ചിയാങ്ങിനെ ഇഷ്ടപ്പെടുന്നില്ല. ചിയാങ് വളരെ ടെററൈസ് ചെയ്ത വളരെ കൂടുതലായിട്ട് ആൾക്കാരെ, കമ്മ്യൂണിറ്റിക്കാരെ കൊലപ്പെടുത്തുന്നു. അപ്പൊ വാങ് ജുയി അതേ സമയത്തില് പീസിനെ പറ്റിയിട്ടാണ് ജിയാങ് ജഷിന്റെ കൂടെ 1931 സംസാരിക്കുകയും ജിയാങ്ഷി വന്നിട്ട് ഒരു ഡിഫറെന്റ് വ്യൂവില് ജപ്പാന്റെ ക്വസ്റ്റ്യൻ ഓഫ് ഫൈറ്റിംഗ് അഗേൻസ്റ്റ് ജപ്പാൻ, ഈ മേജർ റോളില് ഫൈറ്റ് അഗേൻസ്റ്റ് ജപ്പാൻ എന്നുള്ള പറയുമ്പോഴത്തേക്കും അലൈ ചേർക്കേണ്ട ഒരു കാര്യം ആരുമായിട്ട് അലൈ ചേരുക, സോവിയറ്റ് യൂണിയനായിട്ട് അലൈ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം വരികയാണ്. അതിനുശേഷം വാങ് ജുയി ട്രൈറ്റർ എന്ന് എന്തുകൊണ്ട് നമ്മൾ വിളിക്കുന്നു? കാരണം അങ്ങേരെ ട്രൈറ്ററായിട്ട്, ചൈനയുടെ ട്രൈറ്ററായിട്ട് സ്റ്റാമ്പ് ചെയ്യാണ്. ഏർലിയർ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള വർക്കൊക്കെ ചൈനയ്ക്ക് വേണ്ടി ചെയ്തതൊക്കെ മറന്നുപോയി. അപ്പോ വാങ് അസാസിനേഷൻ അറ്റംപ്റ്റ് 2-3 പ്രാവശ്യം ഫോക്കൽ പോയിന്റ് നിന്ന് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ജാപ്പനീസിന്റെ. പക്ഷെ 1944 അങ്ങനെ മരിക്കുന്നത്. അപ്പോ മരിക്കുന്ന സമയത്ത് ഇനിയും, അതായത് സന്യാസന്റെ ടോംബിന്റെ അടുത്തായിട്ടാണ് വരിക ഈ നാൻജിങ്ങിലെ വാങ് ജോഹിയുടെ ടോംബ്. അപ്പോ ഈ ടോംബ് ഡിഫീറ്റ് ചെയ്തിട്ട് ജിഷിസ് എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ടോംബ് പോയി തല്ലി തകർത്തിട്ട് ഈ വാങ്ങിന്റെ ഡെഡ് ബോഡി എടുത്തിട്ട് ബേൺ ചെയ്യാം. അപ്പൊ വാങ് ഒരു വളരെ പൊളിറ്റിക്കൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നെങ്കിൽ കൂടിയും, കമ്മ്യൂണിസം ഇല്ലെങ്കിൽ കൂടിയും നാഷണൽ റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ടും, കാരണം സന്യാസന്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടും സന്യാസന്റെ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ടും അങ്ങനെ ഒരു ട്രൈറ്റർ എന്നുള്ള ലെവലിലേക്ക് ആക്കി അവരാറ്റാണ്. ഇനി 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്തായിരുന്നു ആ 3 പ്രിൻസിപ്പിൾസ് സന്യാസന്റെ നോക്കാം. ഇതിന് മുമ്പ് ഈ സന്യാസൻ ചെയ്യുന്നതിന് മുമ്പ് പേൾ ഹാർബർ ബോംബ് ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞു ആ വാർ പ്രോഗ്രസ് ചെയ്യാണ്. അപ്പോ ഈ റൈസില് പേൾ ഹാർബർ ബോംബ് ജാപ്പനീസ് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രൈസ് എല്ലാത്തിനും കൂടും, ഇൻഫ്ലേഷൻ കൂടും, ബേസിക് ഗുഡ്സിന്റെ നെസസിറ്റിയും അത് കിട്ടാതെ വരുമ്പോൾ ബാഡ് ക്വാളിറ്റി ആവുന്നു. ഇതേമാതിരി തന്നെ പെർസീവായിട്ടുള്ള വെറി ആയിട്ട് വരുന്ന ഡിസപ്പിയറൻസ് ഓഫ് സിൽവർ കോയിൻസ് ആണ്. ആ കാലഘട്ടങ്ങളിൽ സിൽവർ കോയിൻസ് ഉപയോഗിച്ചിരുന്നു. ആ സിൽവർ കോയിൻസും പോവുകയാണ്. ഇന്ന് പിന്നെ ഇതെന്ത് പറ്റുക, ജർമ്മന്റെ വിക്ടറിയൽ ഇൻക്രീസ് ആയിട്ട് വരുമ്പോഴത്തേക്കും അവര് റഷ്യയുടെ മേലേക്ക് ഓപ്പറേഷൻ ബാർബോസ എന്ന് പറഞ്ഞിട്ട് റഷ്യയുടെ മേലേക്ക് ലോഞ്ച് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. ഡിസംബർ 7 തീയതി 1941 ജാപ്പനീസ് പേൾ ഹാർബർ അറ്റാക്ക് ചെയ്യുന്നു. ഈ അറ്റാക്കില് ബർമയുടെ സിറ്റുവേഷൻ എന്താന്ന് നോക്കാം. ഇവിടെ ജാപ്പനീസ് ഇൻവേഷൻ വളർന്ന് വരികയാണ്. ട്രൂപ്പ് മലയൻ പെനിൻസുല വരെ വരുന്നുണ്ട്. അതായത് മലയ അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷിന്റെ സമയത്ത്
ബ്രിട്ടീഷിന്റെ ഷിപ്പ് അവിടെ ബർമയിലുണ്ടായിരുന്നു, ഹോങ്കോങ്ങിലുണ്ടായിരുന്നു, സിംഗപ്പൂരിലുണ്ടായിരുന്നു. ഇതിനെ അറ്റാക്ക് ചെയ്യാന്ന് ജാപ്പനീസ് 15 ഫെബ്രുവരി 1942. ഈ ബ്രിട്ടീഷ് ഈ ജാപ്പനീസിന്റെ അറ്റാക്ക് മാത്രമല്ല, അതെങ്ങനെ മലയ പെനിൻസുല വഴി വന്നു കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഇന്ത്യ, കിഴക്ക് വശം ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ള ഒരു ഭയം ബ്രിട്ടീഷുകാർക്കുണ്ട്. ഈ ബ്രിട്ടീഷ് കാരണം അവരത് സ്പ്രെഡ് ചെയ്ത് ജാപ്പനീസിന്റെ ഇൻവേഷൻ, ജാപ്പനീസ് മിലിറ്ററി പവറാണ് അവരുടെ കയ്യില്. ബ്രിട്ടീഷുകാരുടെ കൽക്കട്ട, ബോംബെ, മദ്രാസ് ഇതൊക്കെ ഏരിയ അവരുടെ കീഴിലുള്ളതിലെ ഇൻവേഷൻ സ്പ്രെഡ് ചെയ്ത് വരുന്നു. അപ്പോൾ 1 മില്യൺ ഇന്ത്യൻസ് ബർമയിലുണ്ട്. നമ്മുടെ ആൾക്കാർ, അതായത് ഇന്ത്യൻ സോൾജേഴ്സ് അണ്ടർ ബ്രിട്ടീഷ് ഫ്ലാഗ്, അതായത് ഇന്ത്യൻ സോൾജേഴ്സ് ബ്രിട്ടീഷ് ആർമിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ബർമയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നുണ്ട്. കാരണം ആർമി കണ്ടൻമെന്റ് അവിടെ പോകുമ്പോൾ അവർക്ക് അവിടെ വർക്ക് ചെയ്യണം സോൾജറായിട്ട്. അങ്ങനെ ബർമയിലുള്ള ആൾക്കാരെ അവിടെ പോകുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു. ഈ ന്യൂസ് ഇങ്ങനെ കിട്ടുകയാണ്. ഇന്ത്യൻസ് ലക്ഷക്കണക്കിന് ആൾക്കാർ ബർമയിൽ വയ്ക്കുമ്പോഴത്തേക്കും അവർക്ക് ഇത് സ്പ്രെഡ് ചെയ്തപ്പോൾ അവരുടെ ആൾക്കാർ നമ്മുടെ ഇന്ത്യൻസ് തിരിച്ചു വരാനുള്ള പോപ്പുലേഷൻ തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ്. ഇങ്ങനെ ഹൈ ലെവൽ റെസ്ട്രിക്ഷൻസും ലാൻഡ് റവന്യൂ ഒക്കെ പോകുന്നു, ശമ്പളങ്ങൾ കുറയുന്നു, റെഫ്യൂജീസ് ആയിട്ട്, അതായത് അവിടെ പോയി താമസിച്ചിട്ടുള്ളവര് അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ടുള്ളവര് നാട്ടിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുകയാണ്. ഇവിടെ ബർമീസിന്റെ നാഷണലിസവും ജപ്പാന്റെ സപ്പോർട്ടും. ഇവിടെ ആ കാലഘട്ടത്തിൽ ബർമയുടെ ലീഡറായ ആങ് സാൻ നാഷണലിസ്റ്റ് ലീഡർ ചൈനയിൽ പോയി അവരുടെ കുമിന്താൻ പാർട്ടിയുടെ സഹായം മേടിക്കുകയും അത് കഴിഞ്ഞ ശേഷം തിരിച്ചു വന്ന് ജപ്പാനിനോട് പോയി സംസാരിക്കുകയും ചെയ്യുന്നു. ജാപ്പനീസ് ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ കൂടെ തന്നെ മിലിറ്ററി ട്രെയിനിങ്ങും കൊടുക്കുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ ജാപ്പനീസ് ബർമൻ ഇൻഡിപെൻഡൻസ് ആർമി ആയിട്ട് ഒരു ബാങ്കോക്കിൽ ഇൻഡിപെൻഡൻസിന്റെ ഒരു ആർമി ഉണ്ടാക്കുകയാണ്. ആ റംഗൂൺ ക്യാപ്ചർ ചെയ്യുന്നു. ബർമയുടെ റംഗൂൺ 1942 ജാപ്പനീസ് പിടിച്ചെടുക്കുകയും അതേസമയം അതിന് അവരുടെ കൺട്രോളിൽ വരുത്തുകയും ചെയ്യുന്നു. 43 ബർമേനെ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആണെന്നുള്ള വിധത്തിൽ ബാവുവ എന്ന് പറഞ്ഞിട്ട് ഹാങ്സങ് വാർ മിനിസ്റ്റർ ആയിട്ട് അവര് റിയൽ പവർ ആയിട്ട് റെസ്റ്റോർ ചെയ്യാണ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷനിൽ. ഹാങ്സൺ വളരെ കാര്യമായിട്ട് ബ്രിട്ടീഷിന്റെ അല്ലെങ്കിൽ ജാപ്പനീസിന്റെ കൺട്രോളിൽ വർക്ക് ചെയ്തു പോകുന്നു. ഇങ്ങനെ അതിനുശേഷം ഈ ഹെൽപ്പും അതിനുശേഷം നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ബർമയുടെ ഇൻഡിപെൻഡൻസ് ബ്രിട്ടീഷിൽ നിന്നും പിടിച്ചെടുക്കാൻ അവർ തോക്കുമ്പോഴത്തേക്കും ഹി വാസ് അസാസിനേറ്റഡ്, കൊല്ലപ്പെട്ടു 1947. ഇനി ഗ്രേറ്റ് ഏഷ്യാറ്റിക് നേഷൻസ് നോക്കുമ്പോൾ ഇവിടെ ഒരു അസംബ്ലി വരുന്നുണ്ട്. ഈ അസംബ്ലി ഏഷ്യാറ്റിക് നേഷൻസ് കൊണ്ടുവരാണ്. അതിൽ കൂടി ജപ്പാൻ ട്രൈ ചെയ്യുന്ന മോഡറേറ്റ് റോളില് ലീഡറായിട്ട്, ഏഷ്യയുടെ ലീഡറായിട്ട് നിൽക്കാനും ഈ വാറിനെ കൊണ്ടുപോകാനും ഗ്രേറ്റർ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുമാണ് ശ്രമിക്കുന്നത്. ജപ്പാന്റെ എല്ലാവിധ പ്രോഗ്രസ്സുകളും ഹോൾട്ട് ചെയ്യാനും അവരെ പുഷ് ബാക്ക് ചെയ്യാനും അലൈസിന്റെ പബ്ലിഷ് ചെയ്ത അറ്റ്ലാന്റിക് ചാർട്ടർ വഴി അവര് റീബിൽഡ് വേൾഡ് വാറിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും 1943 ഗ്രേറ്റ് ഏഷ്യാറ്റിക് ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടൊരു ഉണ്ടാക്കുകയും അതിൽ വഴി ലീഡേഴ്സ് അവരുടെ കൺട്രോള്, അതായത് വാങ് ഗവൺമെന്റ് കൺട്രോൾ പിടിക്കുന്നു. ഇത് അതിനുശേഷം എക്സ്ട്രാ ടെറിട്ടോറിയൽ റൈറ്റ്സിനെയൊക്കെ അബോളിഷ് ചെയ്യും, നിർത്തലാക്കും. റെക്കഗ്നൈസിങ് അതിന് ഫിലിപ്പൈൻസും ബർമയുടെയും ഇൻഡിപെൻഡൻസിനെ റെക്കഗ്നേഷൻ കൊടുക്കുകയും അതേമാതിരി തന്നെ ടെറിട്ടറീസ്, ഏതൊക്കെ ടെറിട്ടറീസ് അവർ തായ്ലാൻഡിൽ നിന്ന് പിടിച്ചിരുന്നോ മലയ സ്റ്റേറ്റിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നു. അപ്പൊ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ഇന്ത്യയിൽ ആ സമയത്ത് ജപ്പാൻ അക്സെപ്റ്റ് ചെയ്യാണ്. അതേമാതിരി തന്നെ ജനറൽ ടോജോ അനൗൺസ് ചെയ്തു ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഞങ്ങൾ തിരിച്ചു തരാമെന്ന് ഇന്ത്യൻസിനോട് സമ്മതിക്കുകയാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോർമേഷൻ ആണ്. സിവിൽ സർവീസ്, അതായത് സുഭാഷ് ചന്ദ്രബോസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സിവിൽ സർവീസ് റിസൈൻ ചെയ്ത് 1921 അത് ശേഷം ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. നാഷണൽ കോൺഗ്രസ് തുടങ്ങുന്നു. ഈ 40 ഉള്ള ഫാസിസ്റ്റ് പവർഫുൾ മൂവ്മെന്റ് വഴി അഗ്രവേറ്റ് ആയിട്ടുള്ള കോർപ്പറേഷനും
ബ്രിട്ടീഷിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ ഡിമാൻഡ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ്പോൺ ചെയ്യുന്നതൊക്കെ ബോസ് വളരെ ക്രിട്ടിക്കലായിട്ട് ബോസ് ഇതിനെ ബ്രിട്ടീഷ് എംപയർ അറ്റാക്ക് ചെയ്യും. അതിനെ തന്നെ എസ്കേപ്പ് ചെയ്തു പെഷവാറിൽ പോകുന്നു, അവിടെ നിന്ന് ബെർലിൻ എത്തുന്നു, അതിനുശേഷം ജർമ്മൻസിന്റെ സപ്പോർട്ട് കിട്ടുന്നു. പക്ഷെ സോവിയറ്റ് ഹെൽപ്പ് ചെയ്യുന്നില്ല ചന്ദ്രബോസിന്. ഇനി ആസാദ് ഹിന്ദ് ഫോജ്, ബോസ് ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണ് ആസാദ് ഹിന്ദ് ഫോജ്. ഫോജ് എന്ന് വെച്ചാൽ ആർമി എന്നർത്ഥം. ഇന്ത്യൻ റവല്യൂഷൻ ആക്സിസ് പവർ ആയിട്ട് റവല്യൂഷൻ ഉണ്ടാക്കുകയും എപ്പോഴാണോ റെഡി അറ്റാക്ക് ചെയ്യണം എന്നുള്ള ലെവലില് ജർമ്മൻസിന്റെ ഹെൽപ്പോട് കൂടി ഇവിടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കിട്ടണം, ബാങ്കോക്കിൽ വന്നിട്ട് അവിടുത്തെ ലീഡർഷിപ്പ് എടുക്കുന്നു. അതിനുശേഷം ഹിന്ദു ആസാദ് ഗവൺമെന്റ് നാഷണൽ ആർമി, ഇന്ത്യൻ നാഷണൽ ആർമി ഫോം ചെയ്യുന്നു, ഡിക്ലറേഷൻ ചെയ്യുന്നു. അതായത് ആസാദ് ഇന്ത്യ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 1943 സുഭാഷ് ചന്ദ്രബോസ് ആണ് കമാൻഡർ ലീഡറായിട്ട് ആസാദ് ഹിന്ദ് ഫോഴ്സിന്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ബർമയിൽ വെച്ചാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. 1943 ഡിവിഷൻ ബർമയിലും മണിപ്പൂരിലേക്കും വരുന്നു. ഇനി ഇതിന്റെ ട്രൂപ്പിലൊക്കെ 200 മില്യൺ ആൾക്കാരുണ്ട്. മൈഗ്രേറ്റ് ചെയ്തു, പല സ്ഥലത്തും പോയി സംസാരിക്കുന്നു. ഡോളേഴ്സ് മലയ ഗവൺമെന്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അതേമാതിരി ജപ്പാൻ ജർമ്മൻ ലോൺസിന്റെ കിട്ടിയിട്ടില്ല. പക്ഷെ എങ്കിൽ കൂടിയും സ്വന്തമായിട്ടുള്ള അലവൻസസിലും ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്ത് INA-ക്ക് 12,000 തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. വളരെ ഡിഫെൻസീവ് ആയിട്ട് ഗവൺമെന്റിനെ കൊണ്ടുപോകാനുള്ള സെക്ടർ ഡിഫറൻസസ് കൊണ്ടുവരുന്നു. INA റെഡ് ഫോർട്ട് ട്രയൽ, അതായത് ഡൽഹി ചലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ട്. ജപ്പാന്റെ അതായത് 1946 ജപ്പാനെ ഡിഫീറ്റ് ചെയ്ത ശേഷം ഈ ക്യാപ്ചേർഡ് സോൾജിയേഴ്സ് ഡൽഹിക്ക് പോകാനുള്ള ഒരു വിദ്വേഷവും, അതിനാണ് ഡൽഹി ചലോ എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ലീഡിങ് ലോയേഴ്സ്, കോൺഗ്രസ് ലീഡേഴ്സും ഇമ്പാക്ട് ചെയ്ത കമ്മ്യൂണിറ്റീസ് ടുഗദർ എല്ലാവരും കൂടെ ചേർന്ന് ആംഡ് ഫോഴ്സസിന് മ്യൂട്ടിനി, ഈ റോയൽ ഇന്ത്യൻ നേവി 1946 ബ്രിട്ടീഷ് ഡിസ്ക്രൈബ് ചെയ്ത് ബ്രിട്ടീഷിന്റെ അവർക്കറിയാം ഇത് വോൾക്കാനോയുടെ അടുത്താണ്. ബ്രിട്ടീഷിന്റെ കാര്യങ്ങൾ BBC ഇതൊന്നും അലോ ചെയ്യുന്നില്ല, പുറത്തേക്ക് വിടുന്നില്ല. കാരണം ഹൈലി ഇൻഫ്ലമേറ്ററി ആണ് ഈ ദില്ലി ചലോ എന്നുള്ള ആ സിസ്റ്റം. ജപ്പാൻ ഇന്തോനേഷ്യ ഓക്യുപ്പൈ ചെയ്തെടുക്കാണ്. അവിടുത്തെ പെട്രോളിയവും എല്ലാ സാധനങ്ങളും അവര് ഡച്ചിന്റെയും പിടിച്ചെടുത്തിട്ട് ഫ്രോസൺ ചെയ്തു, അവരുടെ എംബാർഗോ ചെയ്തു. US അപ്ലൈ ചെയ്തത് 50% വേൾഡിന്റെ ഓയിലാണ് അവരുടെ കയ്യിലുള്ളത്. ഇന്തോനേഷ്യ 25% കൊടുക്കാന്ന് വെച്ചു. പക്ഷെ 20% ജാപ്പനീസിന് അവർക്ക് ഇന്തോനേഷ്യ വേണമെന്നുള്ളായിരുന്നു. ജപ്പാൻ പ്രൊമോട്ട് ചെയ്യുന്നു ലിറ്ററേച്ചർ, എല്ലാ വിധത്തിലുള്ള ലിറ്ററേച്ചറുകളും പ്രൊമോട്ട് ചെയ്യാണ്. ഇന്തോനേഷ്യൻ തീംസിനെ പറ്റിയും അവരുടെ ഡിസ്ട്രക്ഷനെ പറ്റിയും കൊറിയ, തായ്വാനൊക്കെ ലോക്കലായിട്ടുള്ള കൺട്രികളൊക്കെ എങ്ങനെയാണ് കോപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇന്തോനേഷ്യയുടെ ലാസ്റ്റ് ഹോപ്പ് ആയിരുന്നു, അവസാനം അവർക്ക് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരികയും അപ്പൊ ജാപ്പനീസ് റൂത്ത്ലെസ് ആയിട്ടുള്ള ഡച്ച് എങ്ങനെയാണോ ഇന്തോനേഷ്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്തോണ്ടിരുന്ന അതേ വിധത്തിൽ തന്നെ ജാപ്പാനും അവരെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ മൊബിലൈസ് ചെയ്ത് ആർമീനെ കൂട്ടി പോപ്പുലേഷനിൽ കൂടുതലായിട്ടും അവർ ആർമിയിലേക്ക് കൊണ്ടുവരികയും ലേബർ ഫോഴ്സിനെ കൂടെ വർക്ക് ചെയ്യാൻ വിട്ടു. അതേമാതിരി വേറെ ഐലൻഡിലേക്ക് പോയി വർക്ക് ചെയ്യാൻ വിട്ടു. ഇൻഡിപെൻഡൻസ് പ്രോമിസ് ചെയ്തെങ്കിലും ഡിവൈഡ് ചെയ്തു, ഇന്തോനേഷ്യനെ ഡിവൈഡ് ചെയ്തു. പല ഫോറിൻ കൺട്രീസായിട്ടും റേഡിയോ സിസ്റ്റം അലൗഡ്, എല്ലാ വിധത്തിലും അവരുടെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ കട്ട് ചെയ്യും. എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ കൺട്രോൾ പോയി. ഇന്തോനേഷ്യക്ക് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഹോപ്പ് കൂടെ ജാപ്പനീസിന്റെ ലെവലിൽ പോവുകയും അങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രൈവറ്റ് ആയിട്ട് എല്ലാ സീറ്റ്സും സീൽ ചെയ്യും, ഫ്രീക്വൻസി എടുത്ത്. ഇതോടുകൂടിയാണ് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. പല വിധത്തിലുള്ള ജാപ്പാന്റെ പ്രോമിസസ് ഒന്നും ഇന്തോനേഷ്യയിൽ നടക്കുന്നില്ല. ജാവ, സുമാത്ര എല്ലാം ആർമി റൂൾ ചെയ്യാണ്. അതേമാതിരി നേവി റൂൾ ചെയ്യാണ്, ഫോറിൻ കൺട്രീസിനെ റൂൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു, വിശദ വിവരങ്ങളൊന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. അതോടുകൂടി ഈ ചാപ്റ്റർ തീരുന്നു. നന്ദി, നമസ്കാരം.